എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരാറുണ്ട് അല്ലേ? നൂറുകണക്കിന് ആയിരക്കണക്കിന് തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതയാത്രയിലും നമുക്ക് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ജീവിതത്തിലെ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളിലൊന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ. കുട്ടിക്കാലം മുതൽ ഒരാളുടെ ജീവിതാവസാനം വരെ അയാൾ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പുകളുടെ പ്രതിഫലനങ്ങളിലൂടെയാണ് ഒരാളുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുന്നത്. ചെറിയ പ്രായത്തിൽ കുഞ്ഞുനാളുകളിലൊക്കെ അച്ഛനമ്മമാരാണ് മക്കളുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ നടത്താറുള്ളത്, അവർക്ക് വേണ്ടിയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും അല്ലേ. എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സമയത്താണ് തിരഞ്ഞെടുപ്പുകൾ ഒരാളുടെ ജീവിതത്തിന്റെ വലിയ പ്രാധാന്യമുള്ള വിഷയമായിട്ട് മാറുന്നത്. അവിടെ അയാൾ ഏത് വിഷയം പഠിക്കണം എന്നുള്ളത് അയാളുടെ തിരഞ്ഞെടുപ്പാണ്. എവിടെ പഠിക്കണം എന്നുള്ളത് ഒരാളുടെ തിരഞ്ഞെടുപ്പാണ്. പലപ്പോഴും ഇതൊന്നും കൂടുതലായിട്ട് ആലോചിക്കുന്ന ആളുകളല്ല നമ്മളാരും. ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് കോളേജ് തിരഞ്ഞെടുക്കണം എന്നതുപോലും വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള ഒരാളാണെന്ന് കരുതുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോളേജ് സ്പോർട്സിനൊന്നും ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു കോളേജാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനോ നിങ്ങൾക്ക് ആ മേഖലയിൽ വളരാനോ സാധ്യമായിട്ടുള്ളതൊന്നും അവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യമുണ്ടാകുന്നത് അവിടെയാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തിൽ നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് അയാളുടെ തിരഞ്ഞെടുപ്പാണ്. എവിടെ ജോലി ചെയ്യണം എന്നുള്ളത് അയാളുടെ തിരഞ്ഞെടുപ്പാണ് അല്ലെ. നാട്ടിൽ വേണമെങ്കിൽ ജോലി ചെയ്യാം, മിഡിൽ ഈസ്റ്റിൽ, യൂറോപ്യൻ കൺട്രീസിൽ, അങ്ങനെ എവിടെ വേണമെങ്കിലും അത് ഒരാളുടെ തിരഞ്ഞെടുപ്പാണ്. അങ്ങനെയുള്ള ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളാണ് പിന്നീട് അങ്ങോട്ടുള്ള അയാളുടെ ജീവിതം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത്. ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ള വിഷയമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലാണ് എന്ന് തോന്നാറുണ്ട്. കാരണം ഒരാളുടെ ജീവിതകാലം മുഴുവൻ അയാളോടൊപ്പമുള്ള ഒരാൾ, അയാളെ സഹായിക്കേണ്ട ഒരാൾ, അയാളുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ട ഒരാൾ, അത് ജീവിത പങ്കാളി തന്നെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വലിയ ശ്രദ്ധ നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുമ്പൊരിക്കൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യവുമായിരിക്കാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് നമ്മുടെ നാടാണ്, കേരളമാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? മാനസികമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ആവശ്യത്തിലധികം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. തീർച്ചയായിട്ടും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ സൗന്ദര്യം നോക്കിയിട്ട് മാത്രമാവരുത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ അവരുടെ കുടുംബ സാമ്പത്തിക ചുറ്റുപാടുകൾ നോക്കി മാത്രമാവരുത്, അവരുടെ വിദ്യാഭ്യാസം നോക്കി മാത്രമാവരുത്. അതിലപ്പുറം നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന, ഏത് പ്രശ്നങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന, ഏത് പ്രതിസന്ധികളിലും നമുക്കൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്തു തരാൻ കഴിയുന്ന ഒരാളെ, അങ്ങനെയുള്ള ഒരാൾ കൂടി ആവണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ജീവിത പങ്കാളി എന്ന് പറയുന്നത്. നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന, നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന, ഏത് പ്രതിസന്ധികളിലും നമുക്ക് ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളെയല്ലേ ജീവിത പങ്കാളിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിലപ്പുറം മറ്റെന്തൊക്കെയോ കണക്കുകൂട്ടലുകളിലൂടെയാണ് പലപ്പോഴും ഒരു ജീവിത പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കുറച്ചു കാലം ജീവിക്കുകയും പിന്നീട് പൊരുത്തപ്പെടാൻ കഴിയാതെ രണ്ടറ്റങ്ങളിലേക്ക് അകന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്നാൽ പല ആളുകളും പറയുന്ന ഒരു വിഷയമുണ്ട്, നമ്മളൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്, പ്രണയിക്കുന്ന സമയത്ത് ഇതൊന്നും നോക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ എന്ന് അല്ലെ. പ്രണയത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ല എന്നൊക്കെ പലരും പറയാറുണ്ട് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. എന്നാൽ പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ല. പ്രണയം ജീവിതത്തിലെ നല്ല ഓർമ്മകളാണ്, അനുഭവങ്ങളാണ്, വലിയ പാഠങ്ങളാണ്, ഒക്കെ തന്നെയാണ്. കുറേയൊക്കെ ആളുകളെ മനസ്സിലാക്കുവാനുള്ള സാഹചര്യവും അതിലുണ്ട്. പക്ഷേ പ്രണയം നിങ്ങൾ ജീവിതമാക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനു മുമ്പ് നിങ്ങൾ പരസ്പരം വലിയ ആത്മബന്ധമുള്ളവരായി മാറാൻ കഴിയണം. പരസ്പരം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പൊരുത്തപ്പെടാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യമുള്ള, എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക.
അതിലപ്പുറം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, പ്രണയിച്ചു എന്ന് കരുതി അത് ജീവിതമാക്കി മുന്നോട്ട് പോയാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ അതോർത്ത് സങ്കടപ്പെടേണ്ടി വരികയാണ് ചെയ്യുക. മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, പ്രണയിക്കുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. എന്നാൽ പ്രണയത്തിലേക്ക് കയറിപ്പോയതുപോലെ തന്നെ അത് പറ്റില്ല എന്ന് തോന്നിയാൽ അതിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു മനസാന്നിധ്യവും മനോഭാവവും കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. ഏതായാലും പ്രണയമല്ല നമ്മുടെ വിഷയം, ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളാണ്. ജീവിതത്തിൽ ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും അത് അർത്ഥവത്തായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം. ബന്ധങ്ങളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ വലിയ ശ്രദ്ധ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് സങ്കടപ്പെടാനും കരയാനും ഒക്കെയുള്ള അനുഭവങ്ങളായിട്ട് ആ സൗഹൃദങ്ങൾ മാറിപ്പോവും. നമുക്ക് പറ്റിയ സൗഹൃദങ്ങളെ നമ്മൾ കണ്ടെത്തുക, തിരഞ്ഞെടുക്കുക. ജീവിതത്തിലെ ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഒരു വീട് വെക്കാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക, ഒരുപാട് പ്ലാന് നമ്മുടെ കയ്യിലുണ്ടാവും അല്ലെ? അതിലേത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിന് പോലും വലിയ പ്രാധാന്യമുണ്ട്. 20 ലക്ഷത്തിന്റെയും 50 ലക്ഷത്തിന്റെയും 1 കോടിയുടെയും ഒക്കെ പ്രോജക്റ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും കാണാനാവും, പ്ലാനുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരിക്കലല്ലേ വീടെടുക്കുകയുള്ളൂ. അത് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള രീതിയിൽ വലിയ 50 ലക്ഷത്തിന്റെയും 60 ലക്ഷത്തിന്റെയും 1 കോടിയുടെയും ഒക്കെ വീട് പണിതിട്ട് ഒടുവിൽ വീട് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇനി അഥവാ പൂർത്തിയാക്കിയാൽ തന്നെ അതിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യവും പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതിന് കാരണം നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി അതല്ല, അതിലപ്പുറം നമുക്ക് ചിന്തിക്കാം. അതെങ്ങനെയാണ് ചിന്തിക്കാനാവുക? മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ സാമ്പത്തികമായിട്ട് വളരാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ നിലവിലുള്ള സാഹചര്യം അതിന് പര്യാപ്തമല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതിനനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ജീവിതത്തിൽ നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മളിപ്പോ ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആളുകളോട് അന്വേഷിച്ചിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നുണ്ടാവുക അല്ലെ? യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ നോക്കും, ഏതാണ് മികച്ച വണ്ടി എന്നുള്ളതൊക്കെ. എന്നാൽ അതൊന്നും ആലോചിക്കാതെയാണ് എടുക്കുന്നതെങ്കിലോ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന വണ്ടി നമുക്ക് തന്നെ ബാധ്യതയായിട്ട് മാറും. കൃത്യമായിട്ട് സർവീസിങ് കിട്ടില്ല, ഒരുപാട് എക്സ്പെൻസ് വീണ്ടും കയറി വരും. അങ്ങനെ ജീവിതത്തിന്റെ താളം തെറ്റുന്നതിനൊക്കെ കാരണമാകും. നിങ്ങളൊരു യൂസ്ഡ് കാറാണ് എടുക്കുന്നതെന്ന് കരുതുക, ഒരു യൂസ്ഡ് വണ്ടി എടുക്കുന്നതെന്ന് കരുതുക. നല്ലപോലെ മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചിട്ടുമല്ല എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് വലിയ ബാധ്യതകൾ സമ്മാനിക്കും അല്ലെ? പിന്നീട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചെലവാക്കേണ്ടി വരും. അത് കൂടുതൽ മാനസികമായ അസ്വസ്ഥതകളിലേക്കും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളിലേക്കും തള്ളിയിടുകയാണ് ചെയ്യുക. അതിന് പകരം ആ തിരഞ്ഞെടുപ്പ് കൃത്യമായിരുന്നെങ്കിലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ യൂസ്ഡ് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു മികച്ച മെക്കാനിക്കിനെയൊക്കെ കൂട്ടി കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വണ്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന തിരിച്ചറിവോടുകൂടി നമ്മളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ അത് നമ്മളെ കൂടുതൽ ബാധിക്കുകയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. എത്ര ശ്രമിച്ചാലും ചില പോരായ്മകൾ ഉണ്ടാകും. പക്ഷേ ഒരു ശ്രദ്ധയോടുകൂടി ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യം നൽകി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ജീവിതത്തിൽ ഏറെക്കുറെ സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് മാത്രമല്ല, ഇപ്പൊ പ്രായമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറില്ലേ അല്ലെ? ബാക്ക് പെയിൻ ഉണ്ടാവും, ജോയിന്റ് പെയിൻ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ചെയ്യാം? പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് പോകും. കുറച്ചു കാലം അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തും, ഒന്നും റെഡിയാവില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ പറയും ആയുർവേദമാണ് നല്ലതെന്ന് പറയും. അങ്ങനെ ആയുർവേദത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും മറ്റൊരാൾ പറയും ഹോമിയോപ്പതിയാണ് നല്ലതെന്ന്, പിന്നെ അങ്ങോട്ടേക്ക് പോകും. ഇങ്ങനെ മാറി മാറിപ്പോയി ജീവിതത്തിൽ ഒന്നും റെഡിയാക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാറില്ല. ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു സാഹചര്യം നേരിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയത്. ഇത് കേൾക്കുന്ന പലർക്കും കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് പകരം നമ്മുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു മികച്ച ഒരു ഡോക്ടറെ പോയി കണ്ട് കൃത്യമായി സ്ഥിരമായി കുറച്ചു കാലം അത് കണ്ടിന്യൂ ചെയ്ത് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും മികച്ചതാക്കുക. അത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും. നമ്മളൊരു കടയിൽ പോയി ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത്, കടയിൽ പോയി ഒരു പേന വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒക്കെ തിരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളൊരു ഫോൺ വാങ്ങിക്കുമ്പോൾ എത്രയോ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടല്ലേ അല്ലെ, റിവ്യൂ കണ്ടിട്ടല്ലേ നിങ്ങൾ ഫോൺ എടുക്കാറുള്ളത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത്, നമ്മളെ അടുത്ത സുഹൃത്ത്
ഉപയോഗിച്ച എക്സ്പീരിയൻസിന്റെ പിൻബലത്തിലായിരിക്കും നമ്മളൊരു ഫോൺ വാങ്ങിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കാൻ നമ്മൾ തയ്യാറാകുന്നത്? നമുക്ക് ഏറ്റവും മികച്ചത് വേണമെന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിലെ ഏത് കാര്യങ്ങളിലായാലും നമുക്ക് ഈ ഒരു മികച്ച തിരഞ്ഞെടുപ്പുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാനാവണം. ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അത് ജീവിതത്തിൽ കുറെ കൂടി നമ്മളെ മികച്ച രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. വളരെ സൂക്ഷ്മതയോടുകൂടി സമയമെടുത്ത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. മിക്കപ്പോഴും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ മിക്ക തെരഞ്ഞെടുപ്പുകളും യാന്ത്രികമായിട്ട് അല്ലെങ്കിൽ അലസമായി അശ്രദ്ധമായിട്ട് നടത്തുന്നവരാണ്. കൂടുതലൊന്നും ആലോചിക്കില്ല. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പുകൾ മോശമായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു തുടങ്ങിയതിനു ശേഷം അബദ്ധം പറ്റിപ്പോയി എന്ന് തോന്നാതിരിക്കാൻ നമ്മുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ മികച്ചതാക്കുക. എല്ലാ കാര്യങ്ങളിലും, ചെറുതും വലുതുമായിട്ടുള്ള ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നല്ല ആലോചനയോടുകൂടി, നല്ല ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ തിരഞ്ഞെടുപ്പുകളും നടത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് കുറെ കൂടി സമാധാനത്തോടുകൂടിയും സ്വസ്ഥതയോടുകൂടിയും മുന്നോട്ട് പോകാനാവും. മാനസികമായ അസ്വസ്ഥതയില്ലാതെ കുറെ കൂടി സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാവും എല്ലാവർക്കും. അതിന് കഴിയട്ടെ. മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.